ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നത് കേട്ടോ. റെസിപ്പി വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല. കല്ലുമ്മക്കായ നിറച്ച തലശ്ശേരി സ്പെഷ്യൽ കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കല്ലുമ്മക്കായ നിറച്ച പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോയ വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ കൂടെ കല്ലുമ്മക്കായ നിറച്ച ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കല്ലുമ്മക്കായ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ ടൂറ് പോകുന്നതിൻ്റെ തലേന്ന് ദിവസത്തെ കേട്ടോ. ഇപ്പം നമ്മൾ ടൂർ എന്നല്ല, നമ്മളിപ്പോൾ ഒരു കല്യാണമോ നമ്മൾ ഒറ്റക്കൊക്കെ നിൽക്കുന്നവരാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും ടൂറിൻ്റെ ദിവസം മുതൽ വൈകുന്നേരം വരെ നമ്മൾ പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുക. അപ്പോൾ രാത്രിത്തും കൂടെ പുറത്തുനിന്ന് കഴിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഞാൻ അധികവും ഇതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോകുകയാണെങ്കിൽ ഇപ്പം നമ്മൾ രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഈവനിങ് സ്നാക്സും ഒക്കെ പുറത്തുനിന്നാണെങ്കിൽ പിന്നെ രാത്രിത്തും കൂടെ പുറത്തുനിന്ന് കഴിക്കണ്ട എന്നുള്ളതിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. വന്നാൽ എന്തായാലും നമുക്കൊരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ച് പോയാൽ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്നേ പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുത്തുണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 2 ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസസാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അരി കൂട്ടാൻ അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 പിടിയോളം വലിയ ജീരകയില്ല അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഒതുക്കിയെടുക്കണം, അല്ലാണ്ട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം. കൂടെ തന്നെ തേങ്ങ കൂടെ ചേർക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അരമുറിയോളം തേങ്ങയും കൂടെ തേങ്ങ നന്നായിട്ട് കല്ലുമ്മക്കായ നിറച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടുവരാം. ഞാൻ അരിപ്പൊടിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അരി കൂടുതൽ കുതിർത്തിയിട്ടില്ല, കുറച്ചൊന്ന് കുതിർത്തിയിട്ടുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. വല്ലാണ്ട് അരഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഏത് പാത്രത്തിലാണോ മിക്സ് ചെയ്യുന്നത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ടാണ്. അരിയാന്ന് നിങ്ങൾ ചേർക്കുന്നെങ്കിൽ അരിയിലങ്ങ് ചേർത്ത് അരച്ചു കൊടുത്താൽ മതി. പക്ഷേങ്കിൽ അരിയിൽ ഡയറക്റ്റ് ചേർക്കുമ്പോഴും അരഞ്ഞു പോകാൻ വഴിയുണ്ട്. അതാണ് ഞാൻ അരിയിൽ ഡയറക്റ്റ് ഇടാതെ അത് സെപ്പറേറ്റ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഏകദേശം ഒരു 1.5 കപ്പോളം അരി, പുഴുങ്ങലരിയിൽ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി നല്ല തിളച്ച വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒതുക്കി വെച്ച അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടിട്ട് അതും നന്നായിട്ട് അരിഞ്ഞു പോകരുത് കേട്ടോ. കല്ലുമ്മക്കായ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ടാണ് കേട്ടോ. വല്ലാണ്ട് അരിപ്പൊടിയിലാണ് അവർ ചെയ്യാൻ. അപ്പോൾ അരിപ്പൊടി മാത്രം ആകുമ്പോൾ വല്ലാണ്ട് അരഞ്ഞ പോലെ ആയിട്ട് അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരിയും വെള്ളം ഒഴിക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുതിർത്തിയത് കൊണ്ട് തന്നെ വെള്ളം അധികം ഒഴിക്കേണ്ട വന്നിട്ടില്ല കേട്ടോ. അതേ വെള്ളത്തിൽ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒതുക്കി വെച്ച ഉള്ളിയും ജീരകമൊക്കെ ഇല്ല, അതിലേക്ക് ഈ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. എൻ്റെ മിക്സിയുടെ ജാറ് ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ 2 തവണയാക്കിയിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ ജാറൊക്കെ ആണെങ്കിലും ഒന്നിച്ചങ്ങ് അരച്ചെടുക്കുന്നതാണ് നല്ലത്. ചിലരൊക്കെ അരിയിൽ തന്നെ തേങ്ങയും ജീരകവും കൂട്ടി അരക്കുന്നതാണ്. അപ്പം ചില സമയത്ത് ജീരകം അതുപോലെ അങ്ങ് കിടക്കും, വല്ലാണ്ട് കുറച്ച് കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒതുക്കിയെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തതും കൂടെ ഒന്ന് അതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലല്ലേ ഉള്ളത്, എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ. ഇനി ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പില്ല, അരി അരക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നോട് ആ സമയത്ത് വിട്ടുപോയതാണ്. എങ്ങനെയാലും കുഴപ്പമില്ല, ഈ സമയത്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിപ്പം പത്തിരി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പത്തിരി പൊടി എടുത്തിട്ട് അത് കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് ടൈറ്റായി കിട്ടും. ഇപ്പോൾ കുറച്ചൊരു ഒന്ന് ലൂസായിട്ടല്ലേ ഉള്ളത്, ആ ഉള്ളിയുടെയും അരിയുടെ ഒക്കെ ഒരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ അരിപ്പൊടി കൂടെ ചേർക്കുമ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ അരി അരക്കുമ്പോൾ തരിതരിപ്പോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. ഉപ്പ് കുറച്ച്
കുറച്ചുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്തപ്പോൾ കുറച്ച് കുറവ് തോന്നിയിട്ട്. ഇനി നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകമൊന്ന് നോക്കി അതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ തോന്നിയതുകൊണ്ട് കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി കൂടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചേർക്കുന്ന അരി കൂടുന്നതാണ് നല്ലത് കേട്ടോ. അരിപ്പൊടി കഴിയുന്നതും കുറക്കാൻ നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കല്ലുമ്മക്കായ്ക്ക്. അരിപ്പൊടി മാത്രമാകുമ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കാണുന്നില്ലേ, അത്ര വലിയ ടേസ്റ്റ് തോന്നാത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതിന് ഞാനിപ്പോൾ വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനത് കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ളതിൽ കുഴച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ഇതിലാവുമ്പോൾ ഇല്ലേ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാനതങ്ങ് സൈഡിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുമ്മക്കായ അതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതാണ് ടാസ്ക്. കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യാൻ എളുപ്പ വഴിയുണ്ട്. അലക്ക് കല്ലുണ്ടല്ലോ, അലക്ക് കല്ലിൽ അതാ നമ്മുടെ ഇതിൻ്റെ മുകളിലുള്ള ആ കച്ചറ പോകാൻ വേണ്ടിയിട്ട് അലക്ക് കല്ലിൽ എല്ലാം കൂടെ കൊണ്ടിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒരതി കൊടുത്താൽ മതി കേട്ടോ. അപ്പം അതിങ്ങനെ ചുരണ്ടി നിൽക്കണ്ടേ. പക്ഷേങ്കിലേ എനിക്കിപ്പം കുറച്ചായതുകൊണ്ട് കുറേ കല്ലുമ്മക്കായൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ അത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ കുറേ കല്ലുമ്മക്കായ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നും കേട്ടോ. കുറേ കല്ലുമ്മക്കായ ഉണ്ടാകുമ്പോൾ എളുപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെ അലക്കുകല്ലിലിട്ടിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ചൊരു ഹാർഡായിട്ടുള്ള സ്ഥലം ഉണ്ടാവില്ല, അവിടെ നമ്മൾ സിമെൻറ്റിൻ്റെ ആ രീതിക്കുള്ള, അപ്പോൾ അങ്ങനെ ഒന്ന് ഉരച്ചെടുത്താൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കും. എനിക്കിപ്പോൾ കുറവായതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഉള്ളവരാണെങ്കിൽ കുറേ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ഇതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ. ക്ലീൻ ചെയ്തെടുത്തിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളത് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇല്ലേ തമ്മിൽ ഒട്ടിയിട്ടല്ലേ നിൽക്കുക. കടകളിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളെന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കല്ലുമ്മക്കായ നിറച്ച് വെക്കാറ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കൂടെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു നാര് പോലെ ഉണ്ടാവും, അതും വലിച്ചെടുക്കണം കേട്ടോ. അതെന്തായാലും ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വയറുവേദന വരും എന്നൊക്കെ പറയുന്നേക്കാം. ഇപ്പോൾ ഇതാ കല്ലുമ്മക്കായ മുഴുവനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തെടുക്കലുള്ള ആ ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ ബാക്കിയൊക്കെ വേഗം എളുപ്പമല്ലേ നമുക്ക് ചെയ്തെടുക്കാൻ. അതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാലല്ലോ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. ഇങ്ങനെയല്ല, ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ വേവിച്ചിട്ടോ അതല്ലെങ്കിൽ അതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടോ വെക്കുന്നതാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. ഞാനങ്ങ് സലാലക്കൊക്കെ കൊണ്ടുപോയാൽ അങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി അതുപോലെ ഇല്ലേ നമ്മൾ അരിയും അതുപോലെ തന്നെ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതിന് മുൻപായിട്ട് കുഴച്ച് വെക്കുന്നത് നല്ലത്. അങ്ങനെ ആകുമ്പോൾ ജീരകവും തേങ്ങയൊക്കെ ആ അരിയിൽ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ പിടിക്കുമല്ലോ. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നത് നല്ലത് കേട്ടോ. ഇതുപോലെ അതുപോലെ ഫില്ല് ചെയ്യുമ്പോഴും കല്ലുമ്മക്കായ ചെറുതാണെങ്കിലേ അതിൽ കുത്തി നിറച്ച് ഫില്ല് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ടേസ്റ്റ് കുറയും. കാരണം അതിൽ ഇറച്ചി കുറവാണെങ്കിൽ ചില കല്ലുമ്മക്കായയിൽ അതിൻ്റെ ആ ഇറച്ചി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുത്തി നിറക്കാതെ പെട്ടെന്ന് തന്നെ അതിനിങ്ങനെ വടിച്ചങ്ങ് എടുക്കാൻ. അപ്പോൾ ഇതുപോലെ കിട്ടും. ചിലർ വല്ലാണ്ട് അങ്ങ് നിറച്ച് കുത്തി നിറക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അരി കഴിക്കുമ്പോൾ ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവില്ല. കല്ലുമ്മക്കായ ഇല്ലാത്ത കുറച്ച് വലിപ്പമുള്ളതൊക്കെ കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ നല്ല ചെറുതായിരുന്നു കേട്ടോ കല്ലുമ്മക്കായ. എനിക്ക് കല്ലുമ്മക്കായ കഴിക്കാനുള്ള കൊതി കൊണ്ട് അങ്ങ് കിട്ടിയതങ്ങ് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനിയും കൊണ്ടു തരുമ്പോൾ കുറച്ച് വലിപ്പമുള്ളതൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ വീണ്ടും ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. കല്ലുമ്മക്കായ വെന്ത് വരുമ്പോഴേക്ക് നമ്മളെടുത്ത പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാലുണ്ടല്ലോ പിന്നെ നമുക്ക് പണിയും എളുപ്പമായല്ലോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ടൂറ് പോകുന്നതിൻ്റെ തലേന്ന് വൈകുന്നേരം കേട്ടോ. ഇതങ്ങനെ ചെയ്ത് വെച്ചാൽ ഇന്നത്തേക്കുള്ളതും കിട്ടും എനിക്ക്. നാളെ ബോക്സിലാക്കി വെച്ചാൽ നാളത്തേക്കും ആയല്ലോ. അപ്പോൾ ഞാൻ കല്ലുമ്മക്കായ അപ്പോഴേക്ക് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആവുന്നല്ലേ, അരിപ്പൊടിയും പിന്നെ അതുപോലെ നല്ല ചൂടുള്ള വെള്ളത്തിലല്ലേ അരി കുതിർത്തിയൊക്കെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് തണുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള തോടുണ്ടല്ലോ അത് കളയുന്നത് നല്ലത് കേട്ടോ. ചൂടോട് കൂടിയിട്ട് നമ്മളത് കളയാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇറച്ചി അതിൻ്റെ മുളത്തിനെ പറ്റി പിടിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ. തണിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം, തോട് കളയാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. തണിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് തോടൊക്കെ റിമൂവായി കിട്ടി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ മാരിനേറ്റ് ചെയ്തില്ലേ ഫിഷൊക്കെ, അതുപോലെ തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പുരട്ടിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഇപ്പം ഫ്രൈ ചെയ്യാനെടുക്കും, ബാക്കി ഒരു ബോക്സിലാക്കിയിട്ട് സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് അത് ഫ്രൈ ചെയ്യേണ്ടു. അപ്പോൾ ഫ്രീസറിൽ വെക്കത്തില്ല, ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്തേ വെക്കത്തുള്ളൂ കേട്ടോ. ഫ്രീസറിൽ വെക്കുമ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ അത് തണുപ്പൊക്കെ പോകാൻ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് ഞാൻ ഇന്നത്തേക്ക് കൂടെ അങ്ങ് വേഗം തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ചായക്കുള്ളത് മൂപ്പർക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതി. ഒന്നാമത് കല്ലുമ്മക്കായ നമുക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഫ്രൈ ചെയ്യുന്നതാണ്. പക്ഷേ ചെറിയ കല്ലുമ്മക്കായ ആയിരുന്നു. പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് ചെറിയ കല്ലുമ്മക്കായ തന്നെയാണ് കേട്ടോ, വലുതിനേക്കാളും.
ഇത് ടൂറിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ, 6 മണിക്കായിരുന്നു നമ്മൾ ഇറങ്ങിയിരുന്നത്. തലശ്ശേരിയിൽ പെങ്ങന്മാരെ വീടിൻ്റെ അടുത്ത് ബസ് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് എല്ലാവരും കയറിയത്. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ വഴിയിൽ നിന്ന് കയറിയിട്ടുണ്ട്, ഇനി കുറച്ച് പേര് കയറുന്നുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര വലിയ ബുദ്ധിമുട്ടായിട്ടും തോന്നിയിട്ടില്ല. അങ്ങനെ വഴിയിൽ നിന്ന് കയറി ഇറങ്ങിയൊക്കെ ചെയ്തതുകൊണ്ട് എല്ലാവർക്കും വീട് പിന്നെ അങ്ങനെ എളുപ്പത്തിൽ പോകാൻ വരാനുള്ള എളുപ്പത്തിന് അങ്ങനെയായിരുന്നു. പിന്നെ ഒരാളതാ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവൾ നമ്മളെ കൂടെ വന്നിട്ട് നമ്മളവിടെ ഇറക്കി കൊടുത്തുകൊണ്ട് അതും ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ട് ഇത് മരുമകനും ഭാര്യ കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ വഴിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കഥ പറച്ചിലും പിന്നെ പാട്ടും ഡാൻസും ആങ്ങളൊക്കെ പെങ്ങന്മാർക്ക് പിന്നെ കണ്ടാൽ കഥ പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ. അവരങ്ങനെയാണ്, എവിടെ പോയാലും അവരെ സംസാരം കേൾക്കാനും നല്ല രസമാണ്, നമുക്കും ഇഷ്ടം കേട്ടോ കേട്ടിരിക്കാൻ. മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ എല്ലാവരും നന്നായിട്ട് സംസാരിച്ചു. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ചിലർക്ക് സംസാരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുന്നതിൽ വിഷമം ഉണ്ടാവും ചിലവർക്ക്. അതുകൊണ്ട് ആരാ എങ്ങനെ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും സംസാരിക്കുന്നത് ഇതിൽ പബ്ലിക്കാക്കാത്ത കേട്ടോ. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എത്തിയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എത്ര വേഗം കൊണ്ട് എത്തിയെന്നുള്ളത് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ പറയായിരുന്നു. 3 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ചില്ലക്സ് റിസോർട്ട് പാലക്കയം തട്ട് തന്നെ വരുന്നത്. പാലക്കയം തട്ട് ചില്ലക്സ് ലാൻഡ് റിസോർട്ട്. നമ്മൾ ഇത് ബസ് അങ്ങ് ഉള്ളിലോട്ട് പോകാതിരുന്ന എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ട്രാവലർ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗേറ്റിൽ നിർത്തിയിട്ട് കുറച്ചങ്ങോട്ട് നടക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ ദൂരം, അല്ലാണ്ടങ്ങ് ദൂരമൊന്നുമില്ല. ഇനി അത് അവർ സൈഡാക്കിയിട്ടുണ്ട്. അതിലുള്ള അവർ സ്റ്റേ ചെയ്തായിരുന്നു. അവർക്ക് ഇന്ന് 9:30 തോന്നുന്നു വെക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഒരു ഹാഫ് ആൻ അവർ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ തൽക്കാലം അത് അവിടെ തന്നെ സൈഡാക്കാനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. അവർ വെക്കറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചാൽ എല്ലാവരും അതിനുള്ള പുറപ്പാട്. ഇതെൻ്റെ പെങ്ങളുടെ മോളാണ് കേട്ടോ, ഒരു പെങ്ങളെ മോളാണ്. നടന്ന് വരുന്നത് ഒരു പെങ്ങളാണ് കേട്ടോ. അത് ആ പെങ്ങളെ മോളല്ല, വേറൊരാളെ പെങ്ങളെ മോളാണ്. എനിക്ക് 4 പെങ്ങന്മാരിൽ ഒരാളില്ല കേട്ടോ. നമ്മളിങ്ങനെ ബസ്സിൽ നിന്ന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ പോലെ തന്നെയായിരുന്നു ആ പെങ്ങളും. അവരും ഇതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയും ജോളിയുള്ള ടൈപ്പാണ് കേട്ടോ. ഇവരങ്ങനെയാണ്, ഇവർ എല്ലാവരും അങ്ങനെ നല്ല ഹാപ്പി ജോളി മൂഡാണ്, എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എപ്പോഴും മീൻസ് നമ്മളിങ്ങനെ ഇതുപോലെല്ലാം കൂടുമ്പോഴൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ചില്ലായിട്ട് നല്ലൊരു വൈബാണ് ഇവരുടെ കൂടെ കൂടുന്നത്. കുറേ പേരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി, കുറേ പേരൊക്കെ പൂളിൽ ഇറങ്ങി തുടങ്ങി, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് പോകണം. പൂളിൻ്റെ ഭാഗം വേറൊരു സെപ്പറേറ്റും, അങ്ങനെയെല്ലാം സെപ്പറേറ്റാണ്. നമുക്ക് പൂളോട് ചേർന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമാണ് തന്നത്. 2 റൂം താഴെ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, കുറേ പേര് കഴിക്കുന്നു, കുറേ പേര് കഴിച്ചു. പിന്നെ ഇല്ലേ അവിടെ കയറിയപ്പോൾ നല്ല ഫാഷൻ ഫ്രൂട്ട്, നമ്മൾ ബസ് ഇറങ്ങിയ മുതലേ ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുന്നതാണ് കണ്ടത് കേട്ടോ. പിന്നെ പ്ലേ ഏരിയ കുട്ടികൾക്ക് നമ്മൾ ഫുഡ് അതിൻ്റെ ആ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ പ്ലേ ഏരിയ. കുട്ടികൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മളെ കണ്ണെത്തുന്നിടത്ത് തന്നെ കുട്ടികളുണ്ടാവുമല്ലോ, ആ രീതിക്കാന്ന് തോന്നുന്നു അവരങ്ങനെ ഒരു സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ കുറേ പേരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്, കുറേ പേര് കളിക്കുന്നുണ്ട്, അങ്ങനെയായിരുന്നു കേട്ടോ. രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങേണ്ടത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ നേരത്തെ എഴുന്നേറ്റതല്ലേ, അവർക്കൊക്കെ വിശന്നു തുടങ്ങി. അപ്പം പിന്നെ അവിടെ നിന്ന് റിസോർട്ടിൽ നിന്ന് മാനേജർ പറയുകയും ചെയ്തു, നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴേക്ക് മറ്റേ പാർട്ടി ഇവിടുന്ന് വെക്കേറ്റ് ആവുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വെക്കേറ്റ് ചെയ്യുന്നപ്പോഴേക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ നേരിച്ച് നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു കേട്ടോ. പൂരിയും പുട്ടും പിന്നെ വാജിക്കറിയും ചിക്കൻ കറിയും അങ്ങനെ എന്തോന്നും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂളിനോട് ചേർന്നിട്ട് നമുക്കൊരു ഏരിയ തന്നിട്ടുണ്ട്, റൂം തന്നിട്ടുണ്ട് അവർ. ആ റൂം പിന്നെ പൂള് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളത് കേട്ടോ. ബാക്കി 2 റൂം നമ്മൾ താഴത്താന്നുള്ളത്. നമുക്ക് 2 റൂമായിരുന്നു തന്നത്. നമുക്ക് 2 റൂമിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, 2 റൂമിൻ്റെ ആവശ്യം ഇല്ല, അത്രയും സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ വരണം. കണ്ണൂരിൻ്റെ ഊട്ടി നോക്കിയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഭയങ്കര സന്തോഷമായി. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല വെയിലും കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് അത്ര വലിയ ബോറായിരിക്കും ട്രിപ്പ് എന്ന്. പക്ഷെ അല്ല, നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് വന്ന് നോക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു വ്യൂ പോയിൻ്റ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ഇറങ്ങുമ്പോൾ തന്നെ മാനേജർ പറഞ്ഞിട്ടായിരുന്നു അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്, നിങ്ങളൊന്ന് കയറി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറി. ഞാൻ കയറുന്ന കണ്ടപ്പോൾ പെങ്ങളും എല്ലാവരും കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും എടുത്തു. പിന്നെ എല്ലാവരും തന്നെ കയറി ഇറങ്ങി ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് പൂളിൽ ഇറങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വേഗം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അതിനുള്ള തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പൂൾ എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു കൂടുതലും എല്ലാവർക്കും തിരക്ക്. അപ്പോൾ അതിന് മുൻപായിട്ട് വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ വേഗം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ വീഡിയോയും ഫോട്ടോ ഒക്കെ കുറേ എടുത്തു കേട്ടോ. എടുത്തിട്ടും എന്താ പറയുക, കൊതി തീരുന്നില്ല എന്ന് പറയുന്നില്ല, അതുപോലത്തെ ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും കണ്ണൂർ അങ്ങനെ തലശ്ശേരിക്കാരൊക്കെ ആണെങ്കിൽ, അങ്ങനെയല്ല കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ഉള്ളവർക്ക് വരാൻ എളുപ്പമുള്ള സ്ഥലമല്ലേ, അടുത്ത് തന്നെ ഉള്ളത് നമ്മളെ കണ്ടുപിടില്ല എന്ന് പറയുന്നത് പോലെ അതുപോലെയായിരുന്നു കേട്ടോ. അതിൻ്റെ ആംബിയൻസ് സൂപ്പറായിരുന്നു. നിങ്ങൾ ഒരു തവണയെങ്കിലും വരാം.
അപ്പോൾ നമ്മളെ റൂമിലോട്ട് താഴെയായിരുന്നു നമുക്ക് റൂം വന്നത്. അപ്പം മൂപ്പർ പറഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടല്ലേ, നമുക്കൊന്ന് റൂമൊന്ന് നോക്കിയിട്ട് വരാമെന്നുള്ളതിൽ അവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴേക്ക് നമ്മൾ റൂമൊക്കെ കണ്ടു. നല്ല സൗകര്യമുള്ള റൂം തന്നെയായിരുന്നു കേട്ടോ. രണ്ടും ഒന്ന് കുറച്ച് ചെറുതായിരുന്നു, ഒന്ന് നല്ല വലിപ്പമുള്ളതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് തന്നെ എന്ത് ആയാലും നമ്മൾ ഇരിക്കുള്ളൂ. കാരണം തമാശ പറയാനും ചിരിക്കാനും കളിക്കാനും എപ്പോഴും ഒന്നിച്ചുണ്ടാകുന്നില്ല. നല്ല സ്പേസ് ഉള്ള റൂമായിരുന്നു കേട്ടോ. 2 ബെഡൊക്കെ ഉണ്ടായിരുന്നു. ഒരു റൂം നല്ല ചെറുതായിരുന്നു. അത് എന്നോട് ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനും വിട്ടുപോയി. കുറച്ച് വെളിച്ചം കുറവായിരുന്നു ആ റൂം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് അങ്ങനെ അത്ര പോയിട്ടില്ല. കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും മുകളിലേക്ക് തന്നെ വന്നു കേട്ടോ. താഴെയാണ് റൂം, മുകളിലേക്ക് വന്ന് അപ്പോഴേക്ക് ഇവർ പൂളിലേക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ എല്ലാവരും ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയും കഥ പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് സീക്കയും മരുമോളും ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം കുട്ടികളല്ലേ, ചെറിയ മക്കളല്ലേ, ഇറങ്ങിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എന്താണെന്ന് അറിയില്ല, അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും സീക്കയും നോക്കുമ്പോഴേക്ക് അവരൊക്കെ വെള്ളത്തിൽ കളി തുടങ്ങി കേട്ടോ, മരുമക്കളൊക്കെ. അപ്പം പിന്നെ ഈ പെങ്ങളും സീക്കയും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് വന്നത്. സീക്കയും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല, നീ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. മരുമക്കളാണെങ്കിൽ എന്നെ നിൽക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, ഇറങ്ങിയേ പറ്റൂ എന്നുള്ളതിൽ. കാരണം ആകെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പൂളാണ് മെയിനായിട്ട്. അപ്പോൾ അത് ചെയ്യാതെ പിന്നെ തിരിച്ചു പോയാൽ നഷ്ടമാവണ്ട എന്നുള്ളതിൽ ഞാനും വിചാരിച്ചിരുന്നാൽ പിന്നെ അവരെ കൂടെ ഇറങ്ങാം. നല്ല റീൽസൊക്കെ എടുത്ത് നല്ല സോങ് ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പൂളിൽ ഇറങ്ങിയപ്പോൾ പിന്നെ കയറാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലഞ്ചിൻ്റെ ടൈം ആയപ്പം പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങോട്ട് കയറി. ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും അതുപോലെ ചപ്പാത്തിയും കുറുമയാന്ന് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. കുറുമയാണോ വറുത്തരച്ച കറിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതുപോലെ സലാഡും ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ മോശമില്ലാത്ത സൂപ്പർ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ സാധാരണ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നതിനേക്കാളും നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കല്ലെങ്കിലും ഈ റിസോർട്ടിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ലാതെ ഈ ചിലരുണ്ടാവുമല്ലോ ഈ കറങ്ങിത്തിരിയുന്നത്, എനിക്കത് വലിയ താല്പര്യമുള്ള സംഭവമല്ല. എനിക്ക് ടൂർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ റിലാക്സ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കും. ചിലർക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല കേട്ടോ. നമുക്കൊക്കെ ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ കുട്ടികളും നമ്മളൊക്കെ ഫുഡൊക്കെ ഉച്ചയ്ക്ക് കഴിക്കുന്നത് എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ പറഞ്ഞത്. മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ റിസോർട്ടൊക്കെ തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് അവരെ കെയർ ചെയ്യാനും പുറത്തൊക്കെ ആകുമ്പോൾ ടെൻഷനായിരിക്കും, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, നമ്മൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ടെൻഷനായിരിക്കും മക്കൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകാതെ. ഇതാകുമ്പോൾ നമ്മളെ കണ്ണെത്തുന്ന ആ ഒരു ഏരിയയിൽ തന്നെ അവരുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് കഥ പറയാനും കഴിഞ്ഞു. കുറേ എന്താ പറയുക, മനസ്സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റി കുട്ടികളെയും കൊണ്ട്. അല്ലെങ്കിൽ പിന്നെ അവർ മക്കൾ പിറകെ ഇങ്ങനെ ഓടണ്ടേ. എൻ്റെ കാര്യമല്ല, എനിക്ക് പിന്നെ ചെറിയ കുട്ടികളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, വലിയവരെ കാര്യമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്കും നല്ല സമാധാനമായിരുന്നു. കാരണം പ്ലേ ഏരിയൻ്റെ ആ ഭാഗത്ത് തന്നെ അവർ തന്നെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് നല്ല ടെൻഷൻ ഇല്ലായിരുന്നു. നമുക്ക് സംസാരിക്കാൻ അവരൊക്കെ ശ്രദ്ധയിലുണ്ട്. പിന്നെ ചെറിയ മക്കളൊക്കെ നമ്മളെ കൂടെ തന്നെ അങ്ങനെ ഇരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയല്ല. പൂളിൽ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് കേട്ടോ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങാറേ ഇല്ല. സ്വതവേ തന്നെ ഞാൻ ഇതുപോലുള്ള സ്ഥലത്ത് എത്തിയാൽ ഞാൻ ഇറങ്ങത്തേ ഇല്ല. പക്ഷേ മരുമക്കളുടെ നിർബന്ധം കൊണ്ട് എന്നെ ഇറക്കിയതാണ് ഇവർ. പക്ഷേ ഇറങ്ങിയിട്ട് ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. ഞാൻ അതിലൊന്ന് മുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അത്രമാത്രമല്ല, എന്നാലും ഒന്ന് എനിക്കൊന്ന് സ്ലിപ്പായിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന്. അതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിരിച്ച് വീഴായിരുന്നു. ഞാൻ മാത്രമല്ല, പെങ്ങൾക്കും ആ അബദ്ധം പറ്റിയിട്ടുണ്ട്. 2 പെങ്ങന്മാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു പെങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, മറ്റേ 2 പെങ്ങന്മാർ ഇറങ്ങിയിട്ട്. പിന്നെ ഞാൻ ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ അവർ ഇറങ്ങിയതൊക്കെ ചിലപ്പോൾ പ്രൈവസി അവർക്കുണ്ട്, അവരെ പ്രൈവസി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ അതുപോലെ നമ്മളതൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കായിരുന്നു. വീഡിയോ എടുത്തവർക്ക് കാണാമല്ലോ നമ്മൾ മുങ്ങിയതും പൊങ്ങിയതും കളിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ചിരിച്ചും ഇങ്ങനെ നമ്മളത് പറഞ്ഞിങ്ങനെ ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നുണ്ടായിരുന്നേ, എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ എനിക്ക് അത് നേടിയെടുക്കണം. അത് എൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ലൈസൻസിൻ്റെ ഞാൻ ഇറങ്ങി ഞാനത് നേടി മാത്രമല്ല അതുകൊണ്ട് നടക്കും. പിന്നെ എനിക്കങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. പിന്നെ അത് പകുതിക്കിടുന്ന പരിപാടി എനിക്കില്ല. ഡ്രൈവിംഗ് പഠിച്ചതുപോലെ തന്നെ ഇനി അടുത്ത തീരുമാനമാണ് എൻ്റെത് നീന്തൽ പഠിക്കണം എന്നുള്ളത് കേട്ടോ. നമുക്ക് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അല്ലേ അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. ആ പൂളിലൊന്ന് തെന്നി വീണപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീന്തൽ നമുക്ക് പഠിച്ചിരിക്കണം എന്നുള്ളത് കേട്ടോ. മൂപ്പര് നാട്ടിലുള്ളപ്പോൾ നടക്കത്തില്ല, നമുക്ക് യാത്രയും കാര്യങ്ങളുണ്ടാവും, നടക്കില്ല. ഇനിയിപ്പോൾ മൂപ്പര് പോയാൽ കുറച്ച് ദിവസം ഞാൻ ഉണ്ടാവുമല്ലോ നാട്ടിൽ. അപ്പോൾ ആ സമയത്ത് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് പഠിച്ചെടുക്കണം. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ നീന്തൽ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ അതങ്ങനെ അത്ര വലിയ ഗൗരവത്തിലെടുത്തില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ തെന്നി വീണപ്പോൾ.
5:30 മണിയായപ്പോഴേക്ക് നമ്മൾ ടൈമായി. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി. ഇനി കുട്ടികളും എല്ലാവരും കയറി, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, എല്ലാവരും കയറ്റി ഇരുത്തുമ്പോഴേക്ക് ടൈം ഏകദേശം ആവും. അതുകൊണ്ട് നമ്മൾ 5:30 മണിയാകുമ്പോഴേക്ക് തന്നെ കയറിയിട്ടുണ്ട്, കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു ദിവസം നിന്നിട്ട് വരാനുള്ള ആഗ്രഹം കൊണ്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. എല്ലാവരും പറഞ്ഞു നമുക്കങ്ങനെ വരണം ഒരു ദിവസം ഇൻഷാ അല്ലാ. പിന്നെ അതുപോലെ ഞാൻ ഇതിൻ്റെ ഒത്ത് നമ്മൾ കുറച്ച് റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ ആ സ്റ്റാറ്റസ് കണ്ടപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എവിടെയാണ് പോയത്, വയനാടാണോ അതോ പിന്നെ ഊട്ടിയാണോ? ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടിട്ട് കുറേ പേര് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ പേര്. പ്രൊമോഷനൊന്നുമല്ല കേട്ടോ, ഞാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് പോയിക്കോട്ടെ. കാരണം നമ്മൾ അടുത്തുള്ളത് നമ്മൾ ഒരിക്കലും അറിയത്തില്ല. നമ്മൾ ദൂരത്തൊക്കെയാണ് പോകാറ്. പക്ഷേ അടുത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെന്തിനാ ദൂരത്തൊക്കെ വിഷമിച്ച് ബുദ്ധിമുട്ടി പോകുന്നതിനേക്കാൾ നല്ലല്ലേ അടുത്തടുത്തുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് ദൂരത്തോട്ട് ഇവിടെ എക്സ്പീരിയൻസ് ഇല്ല ഒന്നൊന്ന് കാണുമ്പോഴേ ദൂരത്ത് നമ്മൾ ആശ്രയിക്കേണ്ടതുള്ളൂ കേട്ടോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.